അലഗ്രിയത വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കൂണ് കിട്ടിയിട്ടുണ്ട്. കൂണ് പറിക്കുകയാണ്. ഒരുപാട് പൊങ്ങുന്ന കൂണില്ലേ, ആ കൂണാണ് കേട്ടോ. അതന്നെ ഇതാ രണ്ടാമത് മുളച്ച് വന്നത് ഞാനൊന്ന് കാണിക്കുന്നു മാത്രം. ഇതാ നമ്മൾ കൂണ് കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. ഇതെൻ്റെ പെറ്റൽസാണ്. നമ്മൾ അതിൻ്റെ തണ്ട് കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ച് കഴുകി എടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ തണ്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഇട്ട് വെക്കുക. ഇതിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് വെച്ചാലും കുഴപ്പമില്ല, അതങ്ങനെ വെക്കാം. ആദ്യം പറിച്ചെടുത്ത കൂടാണ് നേരത്തെ പറിച്ച് വെച്ചത്. തണ്ടാണ് ഞാനിത് മുറിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് വെക്കണം ഫസ്റ്റ് കേട്ടോ. ഞാൻ വഴറ്റിയെടുത്ത് വെച്ചാണ് ഈ കാണുന്നത്. ഇതൊക്കെ വീഡിയോയിൽ ലെങ്ത് കൂടുന്നതുകൊണ്ട് കാണിച്ചില്ല എന്ന് മാത്രം. ഇങ്ങനെ വഴറ്റിയെടുത്ത് വെക്കുക. നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് വഴറ്റിയെടുത്ത് വെക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ട് വഴറ്റിയെടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഇത് തേങ്ങ വറുത്തരച്ച് വെക്കുന്നതാണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയ ഉള്ളി, പത്തലമുളക്, തേങ്ങ. ഇത്രയും നമ്മൾ എടുത്ത് വെക്കുക. അതിനുശേഷം വേറെ ആഡ് ചെയ്യാണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ചട്ടി നമ്മൾ ചൂടാകാൻ വെക്കുക. അത് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട്, തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങയും ചെറിയുള്ളി, പത്തലമുളക് നമ്മൾ അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്ത് വരികയുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം ഇത്തിരി തീ കൂട്ടിയിട്ടിട്ട് അതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഇട്ടിട്ട് മതിയാവാഞ്ഞിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എത്രത്തോളം കൂണുണ്ടോ അതിനനുസരിച്ച് നമ്മളെല്ലാം ഒരു കൂട്ടിയെടുക്കുക. ഞാൻ ഇത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി കൂണുണ്ട് അതുകൊണ്ട്. അതിനുശേഷം ഇത് നമ്മൾ ഓൾറെഡി ആദ്യം ആക്കി വെച്ച കൂണാണ് കേട്ടോ. അതൊന്ന് കാണിച്ചതേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇച്ചിരി മുളക് പൊടിയും കൂടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടി വേണ്ടവർക്ക് മാത്രം ഇടുക. പത്തലമുളകിന് എരിവുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ആവശ്യം ഇല്ല. ഞാനൊരു ഇത്തിരി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മളുടെ അരച്ച് വെച്ച തേങ്ങ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ ഒഴിച്ചൊഴിച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്ങനെയുണ്ട്? പത്തലമുളക് ബാക്കിയുള്ളത് കൂടി ഞാൻ അതിലേക്ക് വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കുക കൂണ് കിട്ടുമ്പോൾ. ഇനി അടുത്ത വർഷമായിരിക്കും കൂണ് ഇതേപോലെ കിട്ടുക. അല്ലെങ്കിൽ വാങ്ങിച്ച കൂണും ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.